Hello everyone, welcome to Sala's Law Classes. ഒരു 10 മാർക്കിൻ്റെ ഒരു ലീഗൽ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. നിങ്ങൾ ആ കേസിൻ്റെ ഫാക്ട്സ് വായിക്കുന്നത് തൊട്ടിട്ട് അതിൻ്റെ എൻഡിൽ റേഷ്യോ ഡെസിഡൻറ്റി എഴുതുന്നത് വരെ എങ്ങനെയാണ് ആ പ്രോബ്ലം നിങ്ങൾ ഡിസെക്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ കീറി മുറിച്ച് ഓരോരോ സബ് ഹെഡിങ്സിൽ കൊടുക്കേണ്ടത്, ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റിന് ഒരു 7.5 മാർക്ക് മാക്സിമം യൂണിവേഴ്സിറ്റി എത്രയാണ് തരിക, അത് എങ്ങനെ കിട്ടണം, അതിനുള്ള ടെക്നിക്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് മീ ആൻഡ് ഫോളോ സഹലാസ് ലോ ക്ലാസ്സസ് ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ലീഗൽ പ്രോബ്ലം, നിങ്ങൾക്ക് എപ്പോഴും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പാർട്ട് ബിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രോബ്ലം സോൾവിങ് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പാർട്ട് ബി ഓർ വിച്ച് എവർ പാർട്ട്, ഏത് പാർട്ടിലാണോ ഉള്ളത് ക്വസ്റ്റ്യൻ, അത് നിങ്ങൾ ഒരു 2-3 ടൈംസ് തറോ ആയിട്ട് വായിക്കണം, നന്നായിട്ട് വായിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു തവണ വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്ലാൻസ് ആവും കിട്ടുന്നുണ്ടാവുക, രണ്ടാമത് നിങ്ങൾ വായിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ക്ലിയർ പിക്ചർ കിട്ടും, മൂന്നാമത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ പെന്നോ പെൻസിലൊക്കെ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകൾ ഉണ്ടായിരിക്കും, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് സർക്കിൾ ചെയ്യുക. ഓക്കെ, നൗ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ആൻസർ ഷീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്യണം പ്രോപ്പർലി. അതായത് നമ്മളിങ്ങനെ കാൽ ഭാഗം ഒന്ന് ഉള്ളിലോട്ട് മടക്കണം. അതായത് ഐ ജസ്റ്റ് ഷോ യു ഹിയർ, ഇതേപോലെ ആയിരിക്കണം നിങ്ങൾ സ്ട്രക്ചർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പേപ്പർ ഇവിടെ ഒന്നിങ്ങനെ മടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൈഡിൽ ജസ്റ്റ് ഫാക്ട്സ് ഓഫ് ദി കേസ് ഇങ്ങനെ ഹെഡിങ്സുകൾ മാത്രം കൊണ്ടുവരാം, മറ്റേ സൈഡിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആൻസറിന് ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, വിച്ച് വിൽ ബി വെരി ഈസി ഫോർ ദ എക്സാമിനർ ടു റിവ്യൂ ദാറ്റ്. അപ്പോൾ നിങ്ങളുടെ പോയിൻറ്റ്സുകളും കാര്യങ്ങളൊക്കെ റീസണിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് കാണിക്കും. ഓക്കെ, ഇനി അപ്പം ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ വളരെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. നൗ മൂന്നാമത്തത് നമ്മളിതിൽ യൂസ് ചെയ്യുന്ന സബ് ഹെഡിങ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഫസ്റ്റ് വൺ ഇസ് ദ ഫാക്ട്സ് ഓഫ് ദ കേസ്, സെക്കൻഡ് ഇസ് ദ ഇഷ്യൂ ഓഫ് ദ കേസ്, ഇഷ്യൂസ് നമ്മൾ ഏതൊക്കെ ഇഷ്യൂസ് ആണെങ്കിലും പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്, പിന്നെ ഏത് പ്രൊവിഷൻ ഓഫ് ലോ ആണ് അതിൽ വന്നിട്ടുള്ളത്, ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് റിലേറ്റഡ് കേസ് ലോ, പിന്നെ റീസണിങ് ആൻഡ് ഡിസിഷൻ. ഇങ്ങനെയുള്ള സബ് ഹെഡിങ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കിനി പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു നമ്മളെ ലോ ഓഫ് തോട്ട്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ വായിച്ച് നോക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഒരു ഫെർട്ടിലൈസിങ് മാനുഫാക്ചർ ഇൻഡസ്ട്രി സ്റ്റോർഡ് എ ലാർജ് എമൗണ്ട് ഓഫ് ടോക്സിക് ഗ്യാസ് ആൻഡ് അതർ കെമിക്കൽസ് ഇൻ ഇറ്റ്സ് ബിൽഡിംഗ് ഇൻ കോൺക്രീറ്റ് ടാങ്ക്സ്. ഡ്യൂ ടു സം അൺനോൺ റീസൺ, എന്താണ് റീസൺ അറിഞ്ഞിട്ടില്ല, അൺനോൺ റീസൺ കാരണം വൺ ഓഫ് ദ ടാങ്ക് കൊളാപ്സ്ഡ് ആൻഡ് ലീക്ഡ്. ഒക്കെ ഗ്യാസ് ലീക്ക് ചെയ്തു. അപ്പം ഈ ഒരു എക്സ്പോഷർ, ഇങ്ങനെ ഈ ലീക്ക് ചെയ്ത ഗ്യാസ് ആളുകൾ ശ്വസിച്ചിട്ട് ന്യൂമറസ് പേഴ്സൺസ് ഡൈ ചെയ്തു ഇൻ ആൻഡ് അറൗണ്ട് ഇൻഡസ്ട്രിക്ക് ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു വിക്ടിംസിന്, ഓക്കെ, നമ്മൾ വിക്ടിംസിനെതിരെ ഉള്ള കാര്യങ്ങൾക്ക് ഇവിടെ ഏത് ലയബിലിറ്റിയാണ് നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ മാനുഫാക്ചറിങ് കമ്പനീൻ്റെ പുറത്ത് ഇമ്പോസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വാട്ട് യു ക്യാൻ ഡു ഇസ് ദാറ്റ്, ഫസ്റ്റ് ഞാൻ ഇപ്പോൾ ഒന്ന് വായിച്ചു, സെക്കൻഡ് ടൈം ഒന്നും കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ആൻസർ കിട്ടണം, അല്ലെങ്കിൽ എന്താണ് പ്രൊവിഷൻ ഓഫ് ലോ. ഇപ്പം ടോട്ടൽ അബ്സല്യൂട്ട് ലയബിലിറ്റിയും സ്ട്രിക്റ്റ് ലയബിലിറ്റി ഒക്കെ പഠിച്ച ആളുകൾക്ക് മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ സിമിലർ ഫാക്ട്സിൽ വേറൊരു കേസിലൊക്കെ ലാൻഡ്മാർക്ക് കേസൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ദാറ്റ് ഹാസ് ടു കം ടു യുവർ മൈൻഡ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ലയബിലിറ്റി എന്നുള്ളൊരു തോട്ട്, ഓക്കെ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ മൈൻഡിൽ വരണം. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരണം ചില കാര്യങ്ങൾ. ഓക്കെ, യു ക്യാൻ ടേക്ക് യുവർ പെൻ ആൻഡ് ടോക്സിക് ഗ്യാസ് ആണ് അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് അതർ കെമിക്കൽസ് കോൺക്രീറ്റ് ടാങ്കുകളിലായിരുന്നു, ഡ്യൂ ടു സം അൺനോൺ റീസൺ. ഇതൊക്കെ യു ക്യാൻ ജസ്റ്റ് അണ്ടർലൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്യാസ് ലീക്ക് ചെയ്തു, ഡെത്ത് ഓഫ് ന്യൂമറസ് പേഴ്സൺസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. സോ ഡിസ്കസ് ദ ലയബിലിറ്റി എന്താണ് ഓഫ് ദ വിക്ടിംസ്, ടുവേർഡ്സ് ദ വിക്ടിംസ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി, ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ നൗ. നൗ ആദ്യം നിങ്ങൾ ആ പേപ്പർ ഒരു കാൽഭാഗം, ആ ഷീറ്റിൻ്റെ കാൽഭാഗം ഉള്ളിലോട്ട് മടക്കിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഹെഡിങ് എഴുതാണ് ഫാക്ട്സ് ഓഫ് ദ കേസ്. ഓക്കെ, പിന്നെ ആ ഫാക്ട്സ് ഓഫ് ദ കേസ് എഴുതിയതിൻ്റെ അടിയിൽ നിങ്ങളൊന്നും എഴുതരുത്, ഇവിടെ ഒരു ഡോട്ട് ഇട്ടിട്ട് ബാക്കി നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, ഇതാവുമ്പോൾ ഞാനൊക്കെ ഇത് വർക്ക് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ട്രസ്റ്റ് മീ യു വിൽ ഗെറ്റ് വെരി ഗുഡ് മാർക്സ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഫാക്ട്സ് അതേപോലെ നിങ്ങളുടെ വേർഡ്സിൽ ഫാക്ട്സ് നമ്മൾ എടുത്തെഴുതുന്നു. ഓക്കെ, നൗ ഇഷ്യൂസ് നിങ്ങൾ ഫ്രെയിം ചെയ്യണം.
ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ 2 to 3 ഇഷ്യൂസ്, മിനിമം ഒരു 2 ഇഷ്യൂസ് എന്തായാലും നിങ്ങൾ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് ഈ ഒരു വേർഡ്സുകൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേർഡ്സിലൂടെ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഇഷ്യൂവിൽ എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇഷ്യൂ ഞാനിവിടെ ഫ്രെയിം ചെയ്തിട്ടുള്ളത് ഈ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി ശരിക്കും ലയബിൾ ആണോ ഫോർ ദ ഡെത്ത്സ് ആൻഡ് ഇഞ്ചുറി കോസ്ഡ് ബൈ ദ ഗ്യാസ് ലീക്കേജ്. ഓക്കെ, രണ്ടാമത്തത് ഈ ഒരു ലയബിലിറ്റി, ഈ ഒരു ഇൻഡസ്ട്രീൻ്റെ ലയബിലിറ്റി ടോട്ട് ലോയിലുള്ള സ്ട്രിക്റ്റ് ഓർ അബ്സല്യൂട്ട് ലയബിലിറ്റിയിൽ വരുന്നതാണോ. അപ്പോൾ നിങ്ങൾക്ക് അബ്സല്യൂട്ട് ലയബിലിറ്റി അല്ലെങ്കിൽ വിച്ച് എവർ പ്രൊവിഷൻ ഓഫ് ലോൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ലിങ്ക് ദാറ്റ് പെർട്ടിക്കുലർ പ്രൊവിഷൻ ഓഫ് ലോ എന്നിട്ടൊരു ഇഷ്യൂ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞ പോലെ നമുക്ക് അബ്സല്യൂട്ട് ലയബിലിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള 2 ലയബിലിറ്റീസ് ഏതൊക്കെയാണ് നമ്മൾ ടോട്ടൽ പഠിച്ചിട്ടുള്ളത്, സ്ട്രിക്റ്റ് ലയബിലിറ്റിയും അബ്സല്യൂട്ട് ലയബിലിറ്റിയും. സോ യു ക്യാൻ bring that particular point into an issue, whether this industry is liable to this ഈ ഒരു ലയബിലിറ്റിയുമായിട്ട് സ്ട്രിക്റ്റ് ആൻഡ് അബ്സല്യൂട്ട് ലയബിലിറ്റിയിൽ ലയബിൾ ആണോ എന്നുള്ളൊരു ലിങ്ക് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഡിഫോൾട്ട് നമുക്കിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണോ, അല്ലെങ്കിൽ ഇവിടെ ഒരു അൺനോൺ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടും യു ക്യാൻ ബ്രിങ് എ ഇഷ്യൂ. അപ്പോൾ ബേസിക്കലി ഇവിടെ നിങ്ങൾക്ക് 2 ഇഷ്യൂ എന്തായാലും നിങ്ങൾ എഴുതണം. ഇൻ കേസ് ഇഫ് ടൈം അലൗസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ഇഷ്യൂസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബ്രിങ് 1 more ഇഷ്യൂ ആസ് വെൽ. ഓൾ റൈറ്റ്, ഇനി ഇവിടെ വിച്ച് പ്രൊവിഷൻ ഓഫ് ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾ ഹെഡിങ് എഴുതേണ്ടത് പ്രൊവിഷൻ ഓഫ് ലോ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അബ്സല്യൂട്ട് ലയബിലിറ്റി ആണ് നമ്മുടെ പ്രൊവിഷൻ ഓഫ് ലോ വന്നിട്ടുള്ളത്. ആൻഡ് ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ത്രൂ എ കേസ് ഓഫ് MC Mehta വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് നിങ്ങൾക്ക് അവിടെ കോട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ മറ്റ് സ്റ്റാറ്റ്യൂട്ട്സ് ഒക്കെയാണ്, ഇപ്പോൾ വേറെ ഏതെങ്കിലും കോൺട്രാക്ട് ആക്റ്റോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സബ്സ്റ്റാൻഷ്യൽ ലോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ലോസ്, ഇപ്പോൾ ടോട്ട് ഇസ് നോട്ട് എ റിട്ടേൺ ലോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ലോസിലൊക്കെ ഏതെങ്കിലും പെർട്ടിക്കുലർ സെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ എടുത്തെഴുതണം നിങ്ങൾ പ്രൊവിഷൻ ഓഫ് ലോ. ഇതിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ദിസ് കംസ് അണ്ടർ അബ്സല്യൂട്ട് ലയബിലിറ്റി. സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ദാറ്റ് പെർട്ടിക്കുലർ കേസ് ത്രൂ വിച്ച് ദിസ് ലയബിലിറ്റി വാസ് ബ്രോട്ട്. ഓക്കെ, ദെൻ യു ക്യാൻ ജസ്റ്റ് കോഡ് ദ ഫാക്ട്സ് ഓഫ് ദ കേസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇതിലൂടെയാണ്. അപ്പോൾ നമ്മൾ റിലേറ്റഡ് കേസ് ലോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ കേസ് എഴുതും. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കേസസ് സിമിലർ ഫാക്ട്സ് ഉള്ള കേസസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏകദേശം ഇതേപോലെ ഉള്ള പ്രൊവിഷൻ ഓഫ് ലോ വന്നിട്ടുള്ള കേസസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പ്രീസിഡൻസ് അല്ല, പ്രീസിഡൻസ് ആണ് നമ്മൾ പ്രീവിയസ്ലി ഡിസൈഡഡ് ഡിസിഷൻസിനെയാണ് നമ്മൾ പ്രീസിഡൻസ് എന്ന് വിളിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് ഈ റിലേറ്റഡ് കേസ് ലോയിൽ കുറച്ച് വൃത്തിയിൽ എഴുതാം. പ്രൊവിഷൻ ഓഫ് ലോയിൽ ബേസിക്കലി ഇവിടെ ടോട്ട് ആയതുകൊണ്ട് ഈ കേസിലൂടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് എഴുതാം. പ്ലസ് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ സെക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എഴുതാം. സ്റ്റാറ്റ്യൂട്ടിലെ പെർട്ടിക്കുലർ സെക്ഷൻസ് ഓൾസോ യു ക്യാൻ ബ്രിങ് ഇറ്റ് അപ്പ്. ഫൈൻ. പിന്നെ നെക്സ്റ്റ് വാട്ട് യു ഹാവ് ടു റൈറ്റ് ഇസ് ദ റീസണിങ് ആൻഡ് ഡിസിഷൻ, ഹൗ യു കെയിം ത്രൂ ദിസ്. നിങ്ങൾക്ക് എന്താണ്, ഇപ്പോൾ നിങ്ങളിവിടെ 2 ഇഷ്യൂസ്, നമ്മൾ 3 ഇഷ്യൂസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ പ്രൊവിഷൻ ഓഫ് ലോയും റിലേറ്റഡ് കേസും ഒക്കെ കഴിഞ്ഞിട്ട് യു ആർ കമ്മിങ് ബാക്ക് ടു ദ ഇഷ്യൂ വിച്ച് യു ഹാവ് ഫ്രെയിംഡ്. ഓക്കെ, നിങ്ങൾ ഫ്രെയിം ചെയ്ത ഇഷ്യൂവിൽ നിങ്ങൾ എന്താണ്, കാരണം ഇവിടെയാണ് നമുക്ക് കിട്ടിയ ഫാക്ട്സ് വെച്ചിട്ട് ഇഷ്യൂ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അതിൽ നിങ്ങൾ റേഷ്യോ ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ റീസണിങ്ങും ഡിസിഷനും കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ 1, 2, 3 എന്ന് പറഞ്ഞ് നിങ്ങൾ ഫ്രെയിം ചെയ്തിട്ടുള്ള ഇഷ്യൂസ് എടുത്തെഴുതുക. ഓക്കെ, ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഷ്യൂ നമ്പർ 1 അല്ലെങ്കിൽ റീസണിങ് ആൻഡ് ഡിസിഷൻ ടു ഇഷ്യൂ നമ്പർ 1 എന്ന് കൊടുത്തിട്ട് ഇവിടെ ഫസ്റ്റ് ഇഷ്യൂ എന്തായിരുന്നു നമ്മൾ റേസ് ചെയ്തിരുന്നത്, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി ലയബിൾ ആണോ ഫോർ ദ ഡെത്ത്സ് ആൻഡ് ഇഞ്ചുറീസ് കോസ്ഡ് ബൈ ദ ഗ്യാസ് ലീക്കേജ്. യെസ്, അബ്സല്യൂട്ട്ലി ലയബിൾ ആണ്. ഓക്കെ, ബിക്കോസ് ഒരു ടോക്സിക് ഗ്യാസ് ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അത് സ്റ്റോർ ചെയ്യുന്നതും ഇത്തരത്തിൽ കെമിക്കൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുമ്പം അത് ഒരു ഹസാർഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഹെറൻ്റ്ലി ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് ആക്ടിവിറ്റി. അപ്പം വാട്ട് ഇസ് ലോ പ്രിസ്യൂമിങ്, ഇത്തരത്തിലൊരു ഡേഞ്ചറസ് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നിന്ന് നിയമം എന്താണ് പ്രിസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് നിയമം എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ദാറ്റ് നമ്മൾ അത്രയും ഒരു കോഷ്യസ് ആയിരിക്കണം അല്ലേ, അത്രയും കോഷ്യസ് ആയിരിക്കണം. ദാറ്റ് പേഴ്സൺ മസ്റ്റ് ബി കംപ്ലീറ്റ്ലി റെസ്പോൺസിബിൾ. അപ്പം ഇവിടെ ദ വിക്ടിംസ് ആർ എൻറ്റൈറ്റിൽ ടു ഫുൾ കോമ്പൻസേഷൻ ഫോർ ദ ലോസ് ഓഫ് ലൈഫ്, ഇഞ്ചുറി എല്ലാം ലയബിലിറ്റി ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ലയബിൾ ആണോ എന്നാണ് ചോദ്യം. യെസ്, ലയബിൾ ആണ്. ഓക്കെ, നൗ ടോട്ട് ലോയിൽ ഏതെങ്കിലും ലയബിലിറ്റി വരുന്നുണ്ടോ? ഞാൻ സെക്കൻഡ് ഇഷ്യൂ ഐ ഹാവ് ടോൾഡ് യു ദാറ്റ് വി ആർ ലിങ്കിങ് ടു ദാറ്റ് പെർട്ടിക്കുലർ പ്രൊവിഷൻ ഓഫ് ലോ വെച്ചിട്ട് യു ക്യാൻ റൈറ്റ് എൻ ഇഷ്യൂ. അപ്പം അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ഇഷ്യൂ ആണ് ദ സെക്കൻഡ് വൺ. സോ ഹിയർ യു ക്യാൻ റൈറ്റ് MC Mehta വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു കേസ് നിങ്ങൾക്ക് ലിങ്ക് ചെയ്തിട്ട് എഴുതാം. ഇവിടെ സ്ട്രിക്റ്റ് ലയബിലിറ്റി അല്ല വരുന്നത്. ഇവിടെ ദിസ് അപ്ലൈസ് ടു ഓൾ പേഴ്സൺസ് ഇഫക്റ്റഡ് ഈവൻ ഇൻസൈഡ് ദ പ്രൊമൈസസ് ഒക്കെ ആണെങ്കിലും. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു എക്സെപ്ഷൻസും ഇല്ല. നെഗ്ലിജൻസിൻ്റെ പ്രൂഫൊന്നും ആവശ്യമില്ല. ഈ ഒരു ഹസാർഡസ് ആക്ടിവിറ്റിയിൽ നിന്നും ഇത്തരത്തിലൊരു ഹാം കോസ് ചെയ്തു എന്ന് മാത്രം ഇവിടെ കണ്ടാൽ മതി. വേറെ ഒരു കാര്യങ്ങളിലോട്ടും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി
അൺറോൺ റീസൺ അല്ലെങ്കിലും നമുക്കിത് പറ്റുമോ എന്നാണ് നെക്സ്റ്റ് ഇഷ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നെഗ്ലിജൻസോ അല്ലെങ്കിൽ ഫോൾട്ട്, ഇപ്പോൾ ഈ കമ്പനിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിക്ക് പറ്റിയ ഒരു നെഗ്ലിജൻസ് ആണെന്നോ അല്ലെങ്കിൽ ഫോൾട്ട് ആണെന്നോ ഒന്നും ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനിയിപ്പം ഈ ഒരു ടാങ്ക് എങ്ങനെയാണ് കൊളാപ്സ് ചെയ്തത്, അതിൻ്റെ റീസൺ എന്താണെന്ന് പോലും ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ദ ഇൻഡസ്ട്രി ഈസ് ഫുള്ളി ലയബിൾ. അതെന്തിൻ്റെ അണ്ടറിലാണ് അത് ലയബിൾ ആക്കുന്നത്? ഇറ്റ് ഈസ് മെയ്ഡ് ലയബിൾ അണ്ടർ ദ അബ്സല്യൂട്ട് ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നോൺ ഡെലിഗബിൾ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഡ്യൂട്ടി ഓൺ ദ ഹസാർഡസ് ഇൻഡസ്ട്രീസ് ടു പ്രിവെൻറ്റ് ഹാം. അപ്പം ഇവന്തോ ചിലപ്പോൾ അവരുടെ കാരണം കൊണ്ടാവില്ല, അല്ലെങ്കിൽ എന്താണ് കാരണം എന്നൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ദേ ആർ ലയബിൾ. സോ ദിസ് ഈസ് എ വേ in which you can write a problem, you can solve a problem. അപ്പോൾ ചിലപ്പോൾ ഒരു 3 പേജ് വരെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇറ്റ്സ് ടോട്ടലി ഫൈൻ. ഇങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ, ഇങ്ങനെ നിങ്ങൾ സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ, ട്രസ്റ്റ് മീ, യു ആർ ഗോയിങ് ടു ഗെറ്റ് വെരി ഗുഡ് മാർക്സ്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്പുകളിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം. ഇത് നിങ്ങൾ ട്രൈ ടു പ്രാക്ടീസ് ദിസ്, എഴുതി നോക്കുക. ഒരു മിനിമം നമുക്ക് മിനിമം അല്ല, ഒരു മാക്സിമം ഒരു 15 മിനിറ്റ്സ് മാത്രമേ നിങ്ങളൊരു പ്രോബ്ലത്തിന് കൊടുക്കാൻ പാടുള്ളൂ. അതായത് നമുക്ക് 2 പ്രോബ്ലമാണ് ബേസിക്കലി പേപ്പറിൽ എഴുതാൻ തരിക. അപ്പോൾ ഒരു ഹാഫ് ആൻ അവറിൽ ട്രൈ ടു കംപ്ലീറ്റ് 2 പ്രോബ്ലംസ്, 15 മിനിറ്റ്സ് പ്ലസ് 15 മിനിറ്റ്സ്. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 5 മിനിറ്റ് കൂടി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ മാക്സിമം ഒരു 35 മിനിറ്റ്സിനുള്ളിൽ യു ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ്. അപ്പം അത് നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. ആ ഒരു സ്പീഡും കാര്യങ്ങളും സ്ട്രക്ചറിങ്ങും ഒക്കെ ദാറ്റ് ഹാസ് ടു കം ഫ്രം യുവർ മസിൽ മെമ്മറി. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മളിനി ഐ വിൽ ബി ഓൾസോ ഡൂയിങ് വീഡിയോ ഓൺ how to manage your time while you're writing your exam. Okay, so thank you so much.